പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായി സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിക്കുക. സങ്കീർത്തനങ്ങൾ നമുക്കറിയാം, ഇസ്രായേലിൻ്റെ മതാത്മകതയുടെ, ദൈവവിശ്വാസത്തിൻ്റെ, ദൈവാരാധനയുടെ എല്ലാം പ്രതിഫലനമാണ്. ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ, പൊതുവായ വസ്തുതകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠനവിധേയമാക്കിയതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുക 42-ാമത്തെ സങ്കീർത്തനമാണ്. 42-ാം സങ്കീർത്തനത്തെ നാം പഠനവിധേയമാക്കാൻ കാരണം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയതനുസരിച്ച് സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി തിരിച്ചിട്ടുണ്ട്. മോശയുടെ രചനകൾ പഞ്ചഗ്രന്ഥി എന്ന പേരിൽ 5 പുസ്തകങ്ങളായിട്ട് നിലവിലുള്ളപ്പോൾ, ദാവീദിൻ്റെ 5 പുസ്തകങ്ങൾ എന്ന പേരിൽ സങ്കീർത്തനങ്ങളെ യഹൂദ റബ്ബിമാർ തരംതിരിച്ചിട്ടുണ്ട്. അതിലെ 2-ാമത്തെ പുസ്തകം 1 മുതൽ 41 വരെ സങ്കീർത്തനങ്ങളാണ്. 40 വരെയുള്ള സങ്കീർത്തനങ്ങൾ 1-ാം പുസ്തകത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുമ്പോൾ, 2-ാം പുസ്തകത്തിൻ്റെ ഭാഗം ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ച സങ്കീർത്തനം. 1 മുതൽ 41 വരെയുള്ളത് ആദ്യ പുസ്തകമായി കരുതപ്പെടുമ്പോൾ, 2-ാം പുസ്തകത്തിൻ്റെ ആരംഭ സങ്കീർത്തനം എന്ന നിലയിലാണ് നമ്മൾ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിക്കുക. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ആത്മാവിൻ്റെ ദൈവാഭിമുഖ്യമാണ്. ദൈവത്തെ കാണാൻ, ദൈവത്തെ അറിയാൻ, ദൈവസന്നിധിയിൽ എത്താനുള്ള ഒരാത്മാവിൻ്റെ ഉത്കടമായ അഭിവാഞ്ചയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ മുഖ്യ പ്രമേയം. വളരെ സുന്ദരമായ, കാവ്യാത്മകമായ ഒരു പ്രതീകത്തിലൂടെയാണ് ഈ അഭിവാഞ്ചയെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, ബൈബിളിൽ ഹൃദയം എന്നുള്ളത് ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ വിവർത്തനം ചെയ്യുന്ന അപൂർവം സന്ദർഭങ്ങളിലൊന്നാണിത്. മനുഷ്യ ഹൃദയം എന്നത് ദൈവാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നു. ആ ഉപയോഗത്തിൻ്റെ വളരെ സ്പഷ്ടമായ ഒരു ഉദാഹരണമാണ്, കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്നാണ് സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യം. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുക. മാൻപേട നമുക്കറിയാം, മൃഗങ്ങളിൽ ഏറ്റവും ഭയമുള്ള ജീവിയായിട്ടാണ് മാനിനെ കരുതുക. എവിടെയെങ്കിലും ഒരു ചുള്ളിക്കമ്പ് ഒടിഞ്ഞു വീഴുന്ന വെച്ച് കേട്ടാൽ മതി, മാൻ കിലോമീറ്ററുകളോളം തിരിഞ്ഞു നോക്കാതെ ഓടും. ഏതെങ്കിലും ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണം വരുമ്പോഴാകട്ടെ ഈ മാൻ പറ്റം ചിതറി ഓടിക്കളയും. അങ്ങനെ കൂട്ടം തെറ്റി ഓടുന്ന മാനുകൾ പ്രാണരക്ഷാർത്ഥമുള്ള വെപ്രാളത്തിൽ ഓടുമ്പോൾ ചിലപ്പോൾ 10-20 കിലോമീറ്ററുകൾ മാനുകളിൽ തമ്മിൽ അകന്നു പോയിട്ടുണ്ട്. അവയ്ക്ക് പിന്നീട് ജലമുള്ള പ്രദേശം എവിടെയാണ് എന്ന് കണ്ടെത്താനോ തൻ്റെ പറ്റത്തിലേക്ക് തിരിച്ചു വരാനോ ഉള്ള സാധ്യതകൾ കുറവാണ്. ഒരുപക്ഷെ ഭയന്നുള്ള ഈ ഓട്ടത്തിനിടയിൽ അതങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മാൻപേട അതിന് അതിൻ്റെ ജലാശയങ്ങൾ, ഉറവിടങ്ങൾ കണ്ടെത്താൻ കഴിയാതെ ദാഹാർത്തമായി അലഞ്ഞു നടക്കും. ഇത് സാധാരണഗതിയിൽ വനങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകതയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സങ്കീർത്തകൻ പറയുക, അപ്രകാരമുള്ളൊരു മാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുവാണ്. എവിടെയാണ് ജലമുള്ളത്? വെള്ളമില്ലാതെ ജീവികൾക്ക് മുമ്പോട്ട് ജീവിക്കാനാവില്ല എന്നുള്ളത് സത്യമാണ്. മനുഷ്യൻ്റെ അവസ്ഥ അതാ. നിശ്ചിത ഭക്ഷണമില്ലാതെ ചിലപ്പോൾ നിശ്ചിത നാളുകൾ ജീവിക്കാൻ പറ്റിയെന്നിരിക്കും. അതേസമയം ശരീരത്തിലെ ജലാംശം പൂർണ്ണമായും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ജലാംശം ഒരു നിശ്ചിത അളവിൽ കുറഞ്ഞാൽ മനുഷ്യന് മരണം തന്നെ സംഭവിക്കാം. ഡീഹൈഡ്രേഷൻ എന്ന പേരിൽ
ശരീരത്തിൽ നിന്ന് ജലാംശമില്ലാതായാൽ അത് ജീവനെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് ഈ ജീവജാലങ്ങൾക്ക് ജലമില്ലാതെ അതിജീവനം അസാധ്യമാണ് എന്നതുപോലെ മനുഷ്യാത്മാവിന് ദൈവത്തെ കൂടാതെ അതിജീവിക്കാനാവില്ല. ജലമില്ലാതെ മൃഗങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഏതാനും നാളുകൾ മാത്രമാണ് എങ്കിൽ മനുഷ്യ, നിനക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാനാവുമെന്ന നിന്റെ വ്യർത്ഥമായ അവകാശവാദങ്ങളുടെ ആയുസ് കേവലം അല്പനാളുകൾ മാത്രമാണ് എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക. ഒരുപക്ഷെ ചിലപ്പോൾ തോന്നും ദൈവം ആവശ്യമില്ല, ദൈവമില്ലാതെയും എനിക്ക് ജീവിക്കാനും അതിജീവിക്കാനും കഴിയുമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് ആധുനിക കാലഘട്ടത്തിൽ പ്രസക്തി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. എന്നാൽ സങ്കീർത്തകൻ പറയുകയാണ്, മനുഷ്യൻ്റെ അത്തരത്തിലുള്ള ചിന്തകളും ഭാവനകളുമൊക്കെ ഒരു ജീവിയുടെ ജലമില്ലാതെ ജീവിക്കാം എന്നുള്ള മോഹത്തിന് സമാനമായ ക്ഷിപ്രായുസായ മോഹം മാത്രമാണ് എന്ന്. ജലമില്ലാതെ ഒരു മൃഗത്തിന് പരമാവധി ഒരാഴ്ച ചിലപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയെന്നിരിക്കും. അത് കഴിയുമ്പോൾ അത് പിടഞ്ഞു വീണ് മരിക്കും. എന്നതുപോലെ ദൈവത്തെ കൂടാതെ മനുഷ്യാത്മാവേ, നിനക്ക് അതിജീവനം അസാധ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക, കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഈ തേടല് എന്ന് പറയുന്നത് കിട്ടിയാ കിട്ടി, ഇല്ലൊന്നുമില്ല എന്നർത്ഥത്തിലുള്ള തേടലല്ല. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയ്ക്ക് അത് അസ്തിത്വപരമായ ഒരന്വേഷണമാണ്. ഈ കാട്ടരുവി കണ്ടെത്തിയില്ലെങ്കിൽ തൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാകും എന്നറിയാവുന്നതുകൊണ്ട് മാൻപേട വളരെ തീക്ഷ്ണമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ദൈവാന്വേഷണവും സമാനമാണ്. ഒരുപക്ഷെ വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രസിദ്ധമായ കുംഭസാരം അഥവാ കൺഫെഷൻസ് എന്ന പുസ്തകം ആരംഭിക്കുന്നത് സമാനമായ ഒരു പ്രസ്താവനയോടുകൂടിയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു. അങ്ങ് സൃഷ്ടിച്ച് എൻ്റെ ആത്മാവ് അങ്ങയിലെത്തുന്നതുവരെയും സംതൃപ്തമാകുന്നില്ല എന്നുള്ള പ്രസ്താവനയോടെയാണ് വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പ്രസിദ്ധമായ ആത്മകഥ ആരംഭിക്കുന്നത്. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ദൈവത്തെ മറന്ന് ദൈവം ആവശ്യമില്ല എന്ന്, ദൈവം മനുഷ്യനൊരു ബാധ്യതയാണ് എന്ന ചിന്താഗതിയുമായി നടന്ന അഗസ്റ്റിൻ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വന്നപ്പോൾ തിരിച്ചറിയുന്നൊരു സത്യമാണ്. സമാനമായൊരു തിരിച്ചറിവിലേക്കാണ് സങ്കീർത്തകൻ മനുഷ്യകുലത്തെ ക്ഷണിക്കുന്നത് എന്ന സത്യം കൂടി ഈ ആദ്യത്തെ വരികളിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ട വസ്തുതയാണ്. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഈ സങ്കീർത്തനം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായാന്തരങ്ങളുണ്ട്. അവർ പറയുന്നു ഇതൊരു വിലാപ സങ്കീർത്തനമാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ലെങ്കിൽ ദൈവാരാധന നടത്തുന്നതിന് വേണ്ടി പോകുന്ന ഒരു ജനത്തിന് ദേവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനെക്കുറിച്ച് ഇവിടെ ചില സൂചനകളുണ്ട്. അതുകൊണ്ട് ഇതൊരു ആരാധനാ സങ്കീർത്തനമാണ്. വിശിഷ്യ തീർത്ഥാടന സങ്കീർത്തനങ്ങൾ 120 മുതൽ 134 വരെയുള്ള ആരോഹണ സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ആരോഹണ സങ്കീർത്തനങ്ങളുടെ ശൈലിയിലുള്ള ഒരു ദൈവാരാധനാ സങ്കീർത്തനമാണ് ഇത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഏതാണെങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ ഇത് പ്രവാസ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണ് എന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പ്രവാസത്തിലിരുന്നു കൊണ്ട് ഇസ്രായേലിലെ തങ്ങളുടെ മതാത്മകതയെ, ജെറുസലേം ദേവാലയത്തെ, ആ മതാത്മകതയുടെ ദിവ്യമായ രൂപഭാവങ്ങളെയെല്ലാം ഈ സങ്കീർത്തകൻ വർണ്ണിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗത്തിൻ്റെ ശക്തമായ അഭിപ്രായം ഇത് അപ്രകാരമുള്ളൊരു പ്രവാസ അനുസ്മരണമല്ല, മറിച്ച് ഈ സങ്കീർത്തനത്തിൽ ചെയ്യുന്നത്
തിരികെ വന്ന് ദേവാലയം പണിത പേർഷ്യൻ കാലഘട്ടത്തിലെ ദൈവജനം ദൈവാരാധനയുടെ മഹത്വത്തെ പുകഴ്ത്തുന്ന സങ്കീർത്തനമാണ് എന്നും അർത്ഥമുണ്ട്. ഏതാണെങ്കിലും പ്രവാസ കാലഘട്ടത്തിൽ തങ്ങൾക്കില്ലാതിരിക്കുന്ന ദേവാലയത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കടം പറച്ചിലാണോ, അഥവാ തങ്ങൾ പുതുക്കിപ്പണിത ദേവാലയത്തോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ സന്തോഷത്തെ വർണ്ണിക്കുന്നതാണോ ഈ സങ്കീർത്തനം എന്ന് പണ്ഡിതരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ അന്തസത്ത രണ്ടു കൂട്ടരും പറയുന്നത് ഒന്ന് തന്നെയാണ്. ദൈവം, ദൈവവിശ്വാസം, ദൈവാരാധന ഇവയൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ അടിസ്ഥാനപരമായ സത്യങ്ങളാണ് എന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ മുഖ്യ പ്രമേയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഏതാണെങ്കിലും ഈ സങ്കീർത്തനത്തെ നമുക്ക് വിശദീകരിച്ചു തുടങ്ങാം. ഇതിൻ്റെ ആദ്യ പ്രതീകം നമ്മൾ മനസ്സിലാക്കി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യാത്മാവിൻ്റെ കഥ പറഞ്ഞാണ് ഈ സങ്കീർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വലിയ ദാഹം, ആ ദാഹം എപ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തെ കാണാൻ കഴിയുക? തത്വചിന്തകന്മാരെല്ലാം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ യുക്തിക്ക് തൃപ്തിപ്പെടുത്താനാവാത്ത ചില ശൂന്യതകളുണ്ട്. മനുഷ്യൻ ആലോചിക്കും തോറും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, നന്നായിട്ട് സമ്പാദിച്ചു, ഇനി എന്ത് എന്നൊരു ചോദ്യം മനുഷ്യന് ശേഷിക്കും. ആരംഭത്തിൽ ആലോചിക്കും, ഒരു ജോലി കിട്ടിയാൽ ജീവിതം സംതൃപ്തമായി, ജോലി കിട്ടിക്കഴിഞ്ഞു ഇനി നല്ലൊരു വിവാഹം കഴിച്ച് നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ജീവിതം സംതൃപ്തമായി. കുടുംബത്തിലെത്തിക്കഴിഞ്ഞപ്പോഴും വീണ്ടും മനുഷ്യാത്മാവ് എന്തിനോ വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരിക്കും. ഈ ദാഹം ആത്യന്തികമായി എന്തിനു വേണ്ടി എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയവൻ. ജോലി കണ്ടെത്തിയവനോ നല്ല കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവനോ സമ്പത്ത് ആർജിച്ചവനോ അല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയത് എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക. മറിച്ച് എൻ്റെ അന്തരാത്മാവിലെ അടിസ്ഥാന ദാഹം ദൈവത്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയത്. വലിയ സമ്പന്നര് അസംതൃപ്തരായി ജീവിക്കുന്നുണ്ട്. പ്രശസ്തിയുടെ ഉത്തുംഗ ഗോപുരങ്ങളിൽ നിൽക്കുന്ന വലിയ സിനിമാ താരങ്ങളാകാം, വലിയ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തികളാകാം. അവർ നിരാശരായി ആത്മഹത്യ ചെയ്തതിൻ്റെ കഥകൾ നാം എത്രയോ വട്ടം പത്രങ്ങളിൽ വായിക്കുന്നു. വലിയ സെലിബ്രിറ്റികൾ, വലിയ താര പരിവേഷമുള്ളവർ അസംതൃപ്തരായി മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ടു പോകുന്നത് നാം കാണുന്നുണ്ട്. അതിൻ്റെ വാർത്തകൾ വായിക്കാറുണ്ട്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു പ്രശസ്തിക്കും സംതൃപ്തമാക്കാത്ത, എത്ര വലിയ സമ്പത്തിനും ശമിപ്പിക്കാൻ കഴിയാത്ത ഏതോ ഒരു ദാഹം മനുഷ്യൻ്റെ ഉള്ളിൽ ശേഷിക്കുന്നു. ഈ ദാഹത്തിന് ഉത്തരം തേടി ചിലർ മദ്യത്തിൽ അകപ്പെട്ടു പോകുന്നവരുണ്ട്, വേറെ ചിലർ മയക്കുമരുന്നുകൾക്ക് അടിപ്പെട്ടു പോകുന്നവരുണ്ട്, വേറെ ചിലർ ജഡികാസക്തിയിലൂടെ ഈ ദാഹം ശമിപ്പിക്കാൻ വ്യഗ്രതപ്പെടുന്നവരുണ്ട്. ഈ വഴികളിലൂടെയെല്ലാം അബദ്ധസഞ്ചാരം നടത്തി നാളുകൾ കഴിഞ്ഞിട്ടും മനുഷ്യൻ തിരിച്ചറിയുന്നു, അല്ല, ഇതല്ല ഞാൻ അന്വേഷിച്ചിരുന്ന യഥാർത്ഥ സന്തോഷം. സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്, അല്ലയോ മനുഷ്യ, നീ തിരിച്ചറിയുക, നിന്റെ ഉള്ളിലെ അസംതൃപ്തിയുടെ, നിരാശയുടെ, സങ്കടത്തിൻ്റെ അടിസ്ഥാന കാരണം നീ ദൈവത്തിലെത്തിയില്ല എന്നുള്ളത്. നീ ദൈവത്തെ കണ്ടെത്തിയില്ല. അതാണ് സങ്കീർത്തകൻ്റെ സങ്കടം. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ദൈവത്തെ കണ്ടെത്തുന്നത് വരെയും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന് ആഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് വാസ്തവത്തിൽ ഇവിടെ സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുക. അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ചുവട് പിടിച്ചാണ് വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ ആത്മകഥയിൽ അപ്രകാരം എഴുതി വെച്ചു. അതുകൊണ്ട് ഈ സങ്കീർത്തകനിൽ നിന്ന് നാം പഠിക്കുന്ന ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 5 വരെ വാക്യങ്ങളാണ്.
ഈ 5 വരെ വാക്യങ്ങളിൽ സങ്കീർത്തകൻ തരുന്ന ശക്തമായൊരു സന്ദേശം, മനുഷ്യാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവത്തെ കണ്ടെത്തുക. താൻ ദൈവത്തോടൊത്താണ്, ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ്, ദൈവത്തിൻ്റെ വഴിയിലാണ്, ദൈവവചനാധിഷ്ഠിതമാണ് തൻ്റെ ജീവിതം എന്ന സംതൃപ്തിയാണ് മനുഷ്യജീവിതത്തിൻ്റെ യഥാർത്ഥ സംതൃപ്തി. കാട്ടരുവി കണ്ടെത്തിയ മാൻപേടയുടെ ആനന്ദം പോലെ, വെള്ളം കുടിച്ച് തുള്ളിച്ചാടുന്ന മാൻപേടയുടെ ആനന്ദം പോലെ ദൈവത്തെ കണ്ടെത്തിയവർ സന്തോഷിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, ജീവജലമായി ദൈവത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് സങ്കീർത്തകൻ. സമാനമായ ദൈവാവിഷ്കാരങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈശോയുടെ പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെക്കുറിച്ചാണ് എന്ന് സുവിശേഷകൻ 39-ാം വാക്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ ജീവജലത്തെ പരിശുദ്ധാത്മാവായി, ദൈവാത്മാവായി, ദൈവീകതയുടെ പ്രതീകമായി അവതരിപ്പിക്കുന്ന ഈ പഴയ നിയമ ശൈലി പുതിയ നിയമത്തിലുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രാപകൽ തുടർന്ന് സങ്കീർത്തകൻ 2-ാമത്തെ ആശയത്തിലേക്ക് പോവുകയാണ്. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ച് എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. ഒരുപക്ഷെ ദൈവവിശ്വാസത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ഉള്ള 2-ാമത്തെ പ്രതിസന്ധി ഇതാണ്. എന്തിന് ദൈവത്തിൽ വിശ്വസിക്കുന്നു? ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എന്താണ്? വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും തമ്മിൽ എന്താ വ്യത്യാസം? അടിസ്ഥാനപരമായി ദൈവവിശ്വാസി ഉത്തരം പറയാൻ വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭത. വാഹനാപകടമുണ്ടാകുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ അപകടമുണ്ടാകുന്നത് ദൈവവിശ്വാസിക്കും ഉണ്ടാകും, വിശ്വാസം ഇല്ലാത്തവനും ഉണ്ടാകും. ക്യാൻസർ രോഗം വരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും ക്യാൻസർ വരും. ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒരു ദേശത്തുണ്ടാകുമ്പോൾ വിശ്വാസിക്കും അവിശ്വാസിക്കും അതൊരുപോലെ സംഭവിക്കുന്നു. ഈശോ പറഞ്ഞതുപോലെ ദുഷ്ടനും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ ദൈവം മഴ പെയ്യിക്കുന്നു. ദുഷ്ടനും ശിഷ്ടനും ദൈവം ഒരുപോലെ സൂര്യപ്രകാശം നൽകുന്നു. ഈ ഒരു ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ആധുനിക ലോകം ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എന്താണ് പ്രത്യേകത? വിശ്വസിക്കുന്നവൻ എന്തു ഗുണം കിട്ടുന്നു? ആത്യന്തികമായി ദൈവനിരാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് വിശ്വാസം കൊണ്ട് എന്തു പ്രയോജനം? നീ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നിനക്ക് എന്നാ കിട്ടി? ഒരു ക്യാൻസർ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ, വലിയ ദൈവവിശ്വാസിയായവൻ, സാധിക്കുന്ന ഒരു വിശുദ്ധ കുർബാനയും മുടക്കാതെ ദൈവത്തോട് അത്രമേൽ അടുത്ത് ജീവിച്ച ഒരു മനുഷ്യന് ഇപ്രകാരം സംഭവിക്കുമ്പോൾ ചില മനുഷ്യർ ഉന്നയിക്കുന്നൊരു ചോദ്യം, അവൻ അത്രയും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചിട്ടും അവൻ ഇങ്ങനത്തെ ഗതികേട് സംഭവിച്ചല്ലോ. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന 2-ാമത്തെ വലിയ പ്രതിസന്ധി ഇതാണ്. ദൈവത്തിൽ വിശ്വസിക്കാനുള്ള വലിയ പ്രതിസന്ധി ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ ചൂണ്ടുവിരലുകളാണ്, ഈ ആരോപണ ശരങ്ങളാണ്. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നമ്മുടെ പല യുവജനങ്ങളും ചോദിക്കുന്നൊരു ചോദ്യം, എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുക? വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും തമ്മിൽ ഫലത്തിൽ അന്തരങ്ങളൊന്നുമില്ല. സങ്കീർത്തകൻ അതിന് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു വലിയ ഉത്തരം തുടർന്നുള്ള വാചകങ്ങളിൽ കാണുകയാണ്. മനുഷ്യ, നിന്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ വേദനകളുടെയൊക്കെ ആത്യന്തിക അർത്ഥം അറിയുന്നത് നീ ദൈവത്തെ മുഖാമുഖം കാണുമ്പോഴാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സഹനത്തിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ട് ദൈവമേ എനിക്ക് ക്യാൻസർ രോഗം വന്നു? എന്തുകൊണ്ട് ദൈവമേ എനിക്ക് സാമ്പത്തിക തകർച്ചയുണ്ടായി? എന്തുകൊണ്ട് ദൈവമേ എൻ്റെ കുടുംബത്തിൽ അപകടത്തിലൂടെ പ്രിയപ്പെട്ടവരുടെ ജീവഹാനി സംഭവിച്ചു എന്ന ചോദ്യത്തിന് ദൈവത്തെ മാറ്റി നിർത്തി ഉത്തരം
ചിന്തിക്കുന്നവൻ ദൈവമുള്ളത് കൊണ്ട് എന്തു പ്രയോജനം, എവിടെ നിന്റെ ദൈവം എന്ന ചോദ്യം ഉണ്ടാകും. സങ്കീർത്തകൻ പറയുകയാണ്, ഈ ഒരു സഹനത്തിൻ്റെയും ആത്യന്തിക അർത്ഥം മനുഷ്യ നീ തേടേണ്ടത് ദൈവസന്നിധിയിലാണ്. ദൈവത്തെ മുഖാമുഖം കാണുമ്പോഴാണ് എന്തിനു വേണ്ടി ഞാൻ രോഗം സഹിച്ചു, എന്തിനു വേണ്ടി ഞാൻ കണ്ണീര് കുടിച്ചു, എന്തിനു വേണ്ടി ഈ അപമാനങ്ങൾ അനുഭവിച്ചു എന്ന സത്യം ഞാൻ മനസ്സിലാക്കും. സങ്കീർത്തകൻ ദൈവ ഐക്യത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. സഹനം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, അവനെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയാണ് എന്ന പരമാർത്ഥത്തിലേക്കാണ് സങ്കീർത്തകൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് സങ്കീർത്തകൻ പറയുകയാണ്, ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി, ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു, ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉണ്ടായി. ഏതൊരു സഹനത്തിലും വേദനയിലും മനുഷ്യൻ അഭയം കണ്ടെത്തേണ്ടത് ദേവാലയത്തിൽ ദൈവാരാധനയിലാണ്. സഹനത്തിൻ്റെ അന്തിമമായ അർത്ഥം തേടുന്നവരെ കൂടുതലായി പ്രാർത്ഥിക്കുക, കൂടുതലായി ദൈവത്തോട് അടുത്ത് നിൽക്കുക, ദൈവത്തെ ആരാധിക്കുക, അപ്പോൾ ഈ സഹനത്തിൻ്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടുന്നു എന്ന വലിയൊരു രഹസ്യമാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഈ വിശുദ്ധാത്മാക്കളെല്ലാം അപ്രകാരമാണ്. സഹനത്തിൻ്റെ തീവ്രതമമായ നിമിഷങ്ങളിൽ അവർ ഈശോയുടെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിച്ചു. കുരിശുരൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന അൽഫോൻസാമയും മദർ തെരേസായെയും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെയും ഒക്കെ ജീവചരിത്രം വായിക്കുമ്പോൾ സങ്കീർത്തകൻ പറഞ്ഞ ഈ സത്യത്തിൻ്റെ പൊരുള് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകും. ദൈവത്തെ മറുപക്ഷത്ത് നിർത്തിയും ദൈവത്തെ സഹനത്തിൻ്റെ പ്രതിയാക്കിയും ചിത്രീകരിച്ച് വാഗ്വാദത്തിലേർപ്പെടുന്നവൻ സഹനത്തെ നിരാശയുടെ നിമിഷമാക്കി മാറ്റുമ്പോൾ സഹനത്തെ ദൈവാരാധനയുടെ അവസരമാക്കി ചിത്രീകരിക്കാനുള്ള ഈ സങ്കീർത്തകൻ്റെ ആഹ്വാനത്തിൻ്റെ വലിയ അർത്ഥം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിച്ചുഴലുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായം ദൈവമായ അവിടുത്തെ പക്കലാണ്. വാസ്തവത്തിൽ സഹനത്തെ ദൈവാരാധനയുടെ വേദിയാക്കി മാറ്റുമ്പോൾ ഒരുവൻ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി തുടങ്ങുന്നു എന്ന വലിയ യാഥാർത്ഥ്യമാണ് സങ്കീർത്തകൻ പറഞ്ഞത്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് 6 മുതൽ 11 വരെ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഈ ദാഹത്തിന് ദൈവം കൊടുക്കുന്ന ഉത്തരം തന്നെയാണ്. വാസ്തവത്തിൽ ആദ്യം വരൾച്ച, ദാഹം എന്നൊക്കെയുള്ള പ്രമേയങ്ങളാണെങ്കിൽ തുടർന്ന് നാം കാണുന്നത് അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങൾ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു, അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നുപോകുന്നു. ഇവിടെ വരൾച്ചയോ ദാഹമോ അല്ല, വലിയ പ്രളയം പോലെ അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. യോനാ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ പ്രളയജലം എൻ്റെ മീതെ കടന്നു പോകും. തിമിംഗലത്തിൻ്റെ വായിലായി കടലിനകത്തകപ്പെട്ടു പോയ മനുഷ്യൻ്റെ അവസ്ഥ സമാനമായൊരവസ്ഥയാണ് വാസ്തവത്തിൽ സങ്കീർത്തകൻ ഇവിടെ നമ്മുടെ മുമ്പിലും അവതരിപ്പിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. സങ്കീർത്തകൻ പറയുകയാണ്, ഇവിടെ വരൾച്ചയും ദാഹവും വലിയ കൃപയുടെ ഒഴുക്കാണ്, കുത്തൊഴുക്കാണ് ഇവിടെ സംഭവിക്കുക. പകൽ സമയത്ത് അവിടുത്തെ കാരുണ്യം വർഷിക്കുന്നു, രാത്രികാലത്ത് അവിടുത്തേക്ക് ഞാൻ ഗാനം ആലപിക്കും എന്ന് പറഞ്ഞാൽ രാവും പകലും എന്ന് പറയുമ്പോൾ യഹൂദ സങ്കല്പത്തിൽ ജീവിതം മുഴുവനും എന്നാണ് അർത്ഥം. വിപരീതങ്ങളെ ചേർത്ത് പറഞ്ഞാൽ മുഴുവൻ സമയം, രാവും പകലും എന്ന് പറയുമ്പോൾ ജീവിതം മുഴുവനും ഞാൻ ദൈവത്തെ സ്തുതിച്ച് കഴിയുന്നു എന്നുള്ള വലിയ സത്യം. തുടർന്ന് സങ്കീർത്തകൻ പറയുന്നത്,
കർത്താവ് എൻ്റെ രക്ഷാശിലയാണ്. വാസ്തവത്തിൽ രക്ഷാശിലയാണ് കർത്താവ് എന്ന് പറയുന്നതിനൊരു വലിയ അർത്ഥമുണ്ട്. യഹൂദ നിയമം അനുസരിച്ച് പ്രതികാര നിയമം, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ, ഇതാണ്. ഒരുവൻ മറ്റൊരുത്തൻ്റെ കൈയൊടിച്ചാൽ അവന് ഇവൻ്റെയും കൈയൊടിക്കാൻ, തിരികെ പ്രതികാരം ചെയ്യാൻ അവകാശം. യാതൊരു നിയമപ്രശ്നവുമില്ല. ഒരുവൻ്റെ ജീവൻ എടുത്താൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവിന് ഇവൻ്റെ ജീവൻ എടുക്കാൻ അവകാശം. പക്ഷേ ജീവനെടുക്കാൻ ഇവൻ വെപ്രാളപ്പെട്ട് പിന്നാലെ വരുമ്പോൾ ഓടി അവൻ ദേവാലയത്തിനുള്ളിൽ കയറി ബലിപീഠത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ ഉപദ്രവിക്കരുത് എന്നാണ് നിയമം. ബലിപീഠത്തിൻ്റെ കല്ലിനെ തൊട്ടാൽ പിന്നെ അവൻ പ്രതികാര നിയമത്തിൽ നിന്ന് സുരക്ഷിതനാണ്. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിൻ്റെ അഭയശില, രക്ഷാശില, ഞാൻ ദൈവത്തെ തൊട്ട് നിൽക്കുമ്പോൾ എൻ്റെ ശത്രുവിന് എന്നോടൊന്നും ചെയ്യാനാവില്ല എന്ന വലിയ സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹനങ്ങളിൽ, വേദനകളിൽ കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുക. തിന്മയുടെ ശക്തി നിന്നെ തൊടാതെ പിൻവാങ്ങും എന്ന വലിയ സത്യമാണ് കർത്താവിൻ്റെ രക്ഷാശിലയാണ് എന്ന പദപ്രയോഗത്തിലൂടെ സങ്കീർത്തകൻ പങ്കുവയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.